ഇന്ത്യൻ താരം കേദർ ജാദവ് ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും വിരമിച്ചു. വിരമിക്കൽ പ്രഖ്യാപനം നടത്തുന്നതിനായി ധോണിയുടെ ക്യാപ്ഷൻ കേദർ ജാദവ് കോപ്പിയടിച്ചെന്നാണ് ഇന്റർനെറ്റ് ലോകത്തിന്റെ രസകരമായ കണ്ടെത്തൽ. ഇൻസ്റ്റഗ്രാമിൽ ധോണി വിരമിക്കൽ പ്രഖ്യാപനം നടത്തുമ്പോൾ ഉപയോഗിച്ചതിനോട് സമാനമായ ക്യാപ്ഷനാണ് കേദർ ജാദവും കുറിച്ചത്. നിങ്ങളുടെ സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദി. ഇന്ന് രാത്രി 7:29 മുതൽ ഞാൻ വിരമിച്ചിരിക്കുന്നു എന്നാണ് 2020 ഓഗസ്റ്റ് 15 ധോണി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തത്. ഇതേ രീതി പിന്തുടർന്ന കേദർ ജാദവ് ഇന്ന് വൈകിട്ട് 3 മണി മുതൽ ഞാൻ വിരമിച്ചിരിക്കുന്നു എന്ന് പോസ്റ്റ് ചെയ്തു. വിരമിക്കൽ വാർത്ത പുറത്തു വന്നതോടെയാണ് ക്യാപ്ഷനിലെ സാമ്യം ഇന്റർനെറ്റ് ലോകം കണ്ടെത്തിയത്. 2020 അവസാനമായി കേദർ ജാദവ് ഇന്ത്യക്ക് വേണ്ടി അന്താരാഷ്ട്ര മത്സരത്തിൽ കളിക്കുന്നത്. ഫെബ്രുവരി 8 ഓക്ലാൻഡിൽ വെച്ച് ന്യൂസിലാൻഡിനെതിരെ നടന്നതായിരുന്നു താരത്തിന്റെ അവസാന മത്സരം. അതിനുശേഷം അന്താരാഷ്ട്ര മത്സരങ്ങളിൽ അവസരം ലഭിക്കാതിരുന്ന കേദർ ജാദവ് ഫസ്റ്റ് ക്ലാസ് ലിസ്റ്റ് എ മത്സരങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു. കളത്തിൽ ഇറങ്ങാത്ത സമയങ്ങളിൽ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ കമാൻഡേറ്ററായി അദ്ദേഹം എത്തി. ഇന്ത്യൻ പ്രീമിയർ ലീഗിലും കളി പറയാൻ കേദർ ജാദവ് ഉണ്ടായിരുന്നു. 2017 ഒക്ടോബർ 10 കേദർ ജാദവ് ഇന്ത്യക്കായി അവസാന T20 മത്സരം കളിച്ചത്. ഓസ്ട്രേലിയക്കെതിരെ ഗുവാഹത്തിയിലായിരുന്നു ആ മത്സരം. 2015 2017 അന്താരാഷ്ട്ര കരിയറിൽ നേട്ടമുണ്ടാക്കാൻ താരത്തിന് സാധിച്ചത്. അന്താരാഷ്ട്ര ഏകദിനത്തിലെ 2 സെഞ്ചുറികളും ഈ കാലത്താണ് അദ്ദേഹം നേടിയത്. സിംബാബ്വെക്കെതിരെ ഹരാരയിൽ വെച്ച് നടന്ന മത്സരത്തിൽ 87 പന്തിൽ 105 റൺസ് നേടിയതാണ് താരത്തിൻ്റെ ആദ്യ സെഞ്ചുറി. പിന്നീട് 2017 ജനുവരിയിൽ ഇംഗ്ലണ്ടിനെതിരെ 76 പന്തിൽ കേദർ ജാദവ് 120 റൺസ് നേടി. ആ മത്സരത്തിൽ ഇന്ത്യ 3 വിക്കറ്റുകൾക്ക് വിജയിച്ചിരുന്നു. 2019 ഏകദിന ലോകകപ്പിൽ ധോണിക്കൊപ്പം കേദർ ജാദവ് ഇന്ത്യയെ പ്രതിനിധീകരിച്ചിരുന്നു. IPLൽ ധോണിക്ക് കീഴിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി പാഡ് കെട്ടാനും കേദർ ജാദവിന് കഴിഞ്ഞു. ആകെ 73 ഏകദിന മത്സരങ്ങളിലും 9 T20 മത്സരങ്ങളിലുമാണ് കേദർ ജാദവ് ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞത്. IPLൽ 95 മത്സരങ്ങളും അദ്ദേഹം കളിച്ചു. ഏകദിനത്തിൽ ഇന്ത്യക്ക് വേണ്ടി 27 വിക്കറ്റുകൾ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലുണ്ട്.